ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ അവറുകളെ, ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവറുകളെ, വിശിഷ്ടാതിഥിയായി ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വി പ്രിയദർശിനി, അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമില മേരി ജോസഫ്, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ നിങ്ങളോടൊപ്പം വേദി പങ്കെടുക്കും. ഇവിടെ പുതിയതായി കുട്ടികൾ കടന്നു വരുമ്പോൾ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് ശേഷം 7 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജനപ്രതിനിധിയായി വീണ്ടും ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. 8 വർഷം നിങ്ങളുടെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ഘട്ടങ്ങളിലൊക്കെ നിരവധി തവണ ഈ വിദ്യാലയത്തിൽ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. ഈ സ്റ്റേജ് ഉൾപ്പെടെ അന്ന് MLA ഫണ്ടിൽ നിന്ന് നൽകിയ ഫണ്ട് ഉപയോഗിച്ചാണ് സ്റ്റേജ് ഉൾപ്പെടെ നിർമ്മിച്ചത്. ഇന്ന് ഈ സ്റ്റേജിൽ 3ാമത്തെ മുഖ്യമന്ത്രിയുമായിട്ടാണ് വേദി പങ്കെടുത്തത്. ശ്രീമാൻ ഉമ്മൻചാണ്ടിയായും പിന്നീട് ശ്രീ പിണറായി വിജയനായും ഇപ്പോൾ എൻ്റെ മുഖ്യമന്ത്രി കൂടിയായ ശ്രീ വി ഡി സതീശനുമായിട്ടും വേദി പങ്കിടുക. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ അവസാനം പറഞ്ഞൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഏറ്റവും അധികം പോരാടുന്നത് മയക്കുമരുന്നിനെതിരായിട്ടാണ്. കുറേ കാലങ്ങളായി മയക്കുമരുന്നിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ പല രംഗത്തും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പോലും മയക്കുമരുന്നിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. പക്ഷെ അതിൽ കൂടുതൽ സഹകരണം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇന്ന് ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വൈകുന്നേരം കണ്ടുമുട്ടുമ്പോൾ മക്കളോട് നിങ്ങൾ ചോദിക്കേണ്ടത് അന്ന് വിദ്യാലയങ്ങളിൽ എന്തെല്ലാം വിശേഷങ്ങളുണ്ടായിരുന്നു. അതവരോട് അവർ തുറന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പാളിച്ചകൾ കണ്ടാൽ നിങ്ങളുടെ കുട്ടികളെ തിരുത്താനും നിങ്ങൾ ശ്രമിക്കണം. മാത്രമല്ല, ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെ സ്വാധീനം ഈ പ്രദേശത്തുണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനും ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പളും ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മറ്റൊന്നും കൂടുതൽ പറയുന്നില്ല. ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ സ്കൂൾ ലീഡർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഒരു വാക്ക് മാത്രം ഇവിടെ നൽകുന്നു. ആദ്യത്തെ MLA ഫണ്ടിൽ നിന്ന് ഈ വിദ്യാലയത്തിന് ഒരു ബസ് കൂടെ അനുവദിക്കുന്നതാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നന്മ നേരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.